സണ്ടക്കാരമയിലെ ഇപ്പൊ കിട്ട വന്നിടിച്ച്, മൂടി വെച്ച കുയിലെ ഇപ്പൊ മുട്ട വന്നിടിച്ച്. ഹായ് ഫ്രണ്ട്സ്, ആദ്യ അഞ്ജൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കാടമുട്ട കൊണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കാം. അതിനാദ്യം മുട്ട വേവിച്ചെടുക്കാം. മുട്ട നമ്മൾ വേവിച്ച് തൊലി മാറ്റി വരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ശകലം കുരുമുളക് പൊടി, പിന്നെ വിനാഗിരി എടുത്തിട്ടുണ്ട്, പിന്നെ കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും. നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകൊക്കെ വഴറ്റാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിൽ ഒരു 3 കൊത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലോട്ട് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നല്ലോണം മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കിത് വശക്കി മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ശകലം കുരുമുളക് പൊടി. ഞാനിപ്പോൾ എരിവ് കുറച്ചാണ് എടുത്തിരിക്കുന്നത്, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളത്. അതുകൊണ്ട് ഓരോരുത്തരും അവരവർക്ക് എരിവിനനുസരിച്ച് ആവശ്യത്തിന് മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് മുട്ടയും ചേർത്ത് നല്ല ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. പിന്നെ ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് കുറുകി വരും, അതുവരെ വെയിറ്റ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും എളുപ്പമായിട്ടുള്ളതും കാടമുട്ട അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. അഭിപ്രായം കമൻറ്റിൽ പറയണം. താങ്ക് യു.